ചേട്ടാ ചേട്ടാ അവൾക്ക് പറ്റിയെടുത്ത് നോക്കൂ. ഏതാ ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ അയ്യടി. അപ്പൊ ഇന്ന് നമ്മുടെ ടോം ജ്യൂസിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നേണേ. വേറൊരു വ്ളോഗ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു വർഷം മുമ്പായിട്ടില്ലേ? അതെ. അപ്പൊ മറ്റൊരു തിരുനാൾ വ്ളോഗായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നേക്കണേ. അപ്പൊ നമുക്ക് ഇനി ആൾക്കാരുടെ വിശേഷങ്ങൾ അറിയണം, ഇവിടുത്തെ പെരുന്നാളിനെ കുറിച്ച് അറിയണം. പിന്നെ ഈ പെരുന്നാളിന്റെ ഏറ്റവും നല്ലൊരു അട്രാക്റ്റീവ് ആയിരുന്നു 300ാമത്തെ വർഷത്തിലെ 300ാമത്തെ തൊട്ട് ചിക്കൻ ബിരിയാണി ആയിരുന്നു. അത്രയ്ക്കധികം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും വന്നവർക്ക് എല്ലാവർക്കും ഭക്ഷണം കിട്ടി. അതൊരു വലിയൊരു വിജയമായിരുന്നു. അപ്പൊ നമുക്ക് ഇവിടുത്തെ ആൾക്കാർ ഒരു ഇടവകര കൂട്ടായ്മ കൊണ്ടാണ് ഈ പെരുന്നാൾ ഇത്ര ആഘോഷമാക്കാൻ പറ്റിയത് അല്ലേ? അപ്പൊ നമുക്ക് ഈ തിരുനാളിന്റെ എല്ലാ വിവരങ്ങളും അറിയണം. അപ്പൊ നമുക്ക് കച്ചവടക്കാരുടെ എല്ലാവരുടെയും ഇത് പോയി നമുക്ക് ചോദിക്കണം. അപ്പൊ തിരുനാൾ ഏറ്റവും നന്നായിട്ടാണ് ഇതുവരെ അറിഞ്ഞ റെസ്പോൺസ്. അപ്പൊ ഇനി വാട്സപ്പിലൂടെയും ഗ്രൂപ്പിലൂടെയും അതുകൊണ്ടാണ് ബ്ലോഗ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പൊ ഇനി നമുക്ക് എന്തായാലും ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ. ഹായ് ഹായ്. പെരുന്നാൾ എങ്ങനെയുണ്ട്? പെരുന്നാൾ മനോഹരമായിട്ടുണ്ട്. അച്ഛന് മുന്നത്തടവക എന്റെ സ്വന്തം ഇടവകയാണ്. അതൊരു കുഞ്ഞിടവകയാണ്. അതും ഇതും തമ്മിൽ കമ്പാരിസൺ ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ മൊത്തം മനോഹരമായിട്ടുണ്ട്. അച്ഛന്റെ ഇടവക ഏതായിരുന്നു? എന്റെ ഇടവക കുണ്ടുകാട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ വേലൂർ പള്ളിയിലെ കൊച്ചച്ഛൻ, കുഞ്ഞെ പിള്ളേരുടെ കൊച്ചച്ഛൻ. വികാരിച്ച മുകളിലുണ്ട്. അച്ഛൻ കിടുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ അച്ഛന് മൊത്തത്തില് തിരുനാൾ കുറിച്ച് എന്താണ് മൊത്തത്തിൽ ഇന്നത്തെ പരിപാടി, ഇന്നത്തെ പരിപാടി, പിന്നെ 9 നാളൊക്കെ ഉണ്ടായിരുന്നല്ലോ, മൊത്തത്തിൽ എന്താണ് അച്ഛന്? ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഒരു ആഘോഷം. അത്ര കടുകിട്ടിയൊക്കെ നമ്മുടെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവും. എല്ലാ ജനങ്ങൾക്കും മനസ്സിലാവില്ലേ? അവർക്ക് മനസ്സിലായില്ല. ഭൗതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ കണ്ണിന് ആനന്ദകരവും കാതിന് ഇമ്പമൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ ആത്മീയമായ വളർച്ച, വിശുദ്ധ കുർബാന ഉണ്ടായിരുന്നു, പിന്നെ നേർച്ച ഊട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ രണ്ടും കൊണ്ടും വളരെ മനോഹരമായിരുന്നു. എനിക്ക് എന്തെങ്കിലും അച്ഛനോട് നന്ദി നമസ്കാരം. നന്ദി നമസ്കാരം. ഓക്കെ. അപ്പൊ ഈ നേരത്തെ ബുദ്ധിമുട്ടിച്ച സോറി, അത് കുഴപ്പമില്ല. അച്ഛൻ തിരുനാൾ ആസ്വദിക്കായിരുന്നു മനസ്സിലായി. ഉറങ്ങാൻ പോയിരുന്ന അപ്പൊ അതിന് ശല്യം ചെയ്തതിന് സോറി. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷേ താങ്ക് യു. കാണാം. ഹായ്. പെരുന്നാളായി അതുപോലെ പോകുന്നു. പെരുന്നാൾ ഇപ്പൊ അവസാന നിമിഷത്തിലായി എൻജോയ്മെന്റിലായി നിൽക്കാണ്. എല്ലാവർക്കും പരിപാടികളെല്ലാം ഇഷ്ടപ്പെട്ടു. ഒരുവിധം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ വർഷം നന്നായോ? കഴിഞ്ഞ വർഷം വെടിക്കെട്ടും ബാക്കി ഇതൊക്കെ നന്നായിരുന്നു പൊതുവെ അഭിപ്രായം. എല്ലാവരും പെരുന്നാൾ നന്നാവട്ടെ. ഓക്കെ. ചേട്ടൻ്റെ പേര്? ലേറ്റി ആന്റണി. ഞാൻ കേരളക്കാരനാണ്. പെരുന്നാള് അടിപൊളിയല്ലേ? പെരുന്നാൾ ഇഷ്ടപ്പെട്ടാ? പിന്നെ പെരുന്നാൾ നല്ല കാലായിട്ട് നടക്കല്ലേ? ഉച്ചത്തൂട്ട് നല്ല ചിക്കൻ ബിരിയാണി കിട്ടി. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്. പ്രതീക്ഷിച്ച നല്ലൊരു ബിരിയാണി കിട്ടി. വെടിക്കെട്ടൊക്കെ സൂപ്പറാണ്. മെയ് പെരുന്നാൾ ഇപ്പോഴും നമ്മള് കുടിയേറ്റ് മുന്നേ ആളുടെ പെരുന്നാളല്ലേ, അത് അതിൻ്റെതായ കളറിൽ നടക്കും. ഭയങ്കര അടിപൊളിയാണ്. ഹായ്. പെരുന്നാൾ എന്തായി? കുഴപ്പമില്ല, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പെരുന്നാൾ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പേര്? എന്റെ പേര് മഞ്ഞിയ. ഇവിടെ വേലൂരിനാണോ? അല്ല, ഞാൻ അമ്മയുടെ വീട്ടിലേക്ക്. അമ്മയുടെ വീട്
അമ്മയുടെ വീട് ഇവിടെ അവിടെ ഓക്കെ. സ്വന്തം വീട് കുണ്ടത്തുകോട്. അവിടുത്തെ പെരുന്നാൾ അടിപൊളിയായി ഇവിടെ ആ അവിടത്തേക്ക് പെരുന്നാൾ ട്യൂഷനും ട്യൂഷൻ കാര്യങ്ങളൊക്കെ. ഏതാ ഇഷ്ടപ്പെട്ട കൂടുതലായിട്ട്? ട്യൂഷൻ ഇപ്പൊ നടക്കണ്ടല്ലോ. അതാണ്. ഇത് അവിടുത്തെ ഇവിടുത്തെയാണോ? അല്ല മീൻസ് ഈ പെരുന്നാൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്നലത്തെ വെടിക്കെട്ട് ഞാൻ ഇഷ്ടപ്പെട്ട ആ ഞാൻ വീട്ടിലിരുന്ന് കണ്ടു. വീട്ടിലിരുന്ന് കണ്ടു. കുറെ നേരം ഓക്കെ. അപ്പൊ ശരി, താങ്ക് യു. ഓക്കെ. പെരുന്നാൾ എങ്ങനെയുണ്ട്? ഹായ്, പെരുന്നാൾ എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നന്നായിട്ടുണ്ട്. അടിപൊളി, ഇഷ്ടപ്പെട്ടു. പേര് ദീപക്. ദീപക്. വെയിലൂർ തന്നെയാണോ? അല്ലല്ല, ഞാൻ തിരുവനന്തപുരം. അപ്പൊ ഈ പെരുന്നാൾ കാണാൻ വേണ്ടി വന്നതാണ്? അതെ. തിരുവനന്തപുരത്ത് വെയിലൂർക്ക്? അല്ലല്ല, ഞാനിവിടെ കൗണ്ടിൽ വർക്ക് ചെയ്യാം. ആ ഓക്കെ. വർക്ക് ചെയ്യാണ്. വർക്ക് ചെയ്യാം. പെരുന്നാളായിട്ട് വന്നതാവൂലേ? ആ ഇവിടെ ഇപ്പൊ വന്ന് പെരുന്നാളായിട്ടുണ്ട്. ശരി, ഓക്കെ. പെരുന്നാൾ സൂപ്പറായി. ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? ഹായ്, കച്ചവടം പോണു? കുഴപ്പമില്ല. മെച്ചണ്ടോ? കഴിഞ്ഞ ദിവസം പെരുന്നാളിന് എവിടെ ഇരുന്നു? ചേട്ടാ ഇവിടെ തന്നെ പൊട്ടിക്കാൻ കൊടുക്കും. ഗൂഗിൾ പേ അവിടെ കാശില്ലാണ്ട്. പിന്നെ പൈസ ഇല്ല. ഞാൻ ചെയ്യില്ലേ? ക്യാമറയ്ക്ക് പൊട്ടിക്കേ. ചേട്ടാ എന്നെ കൊടുക്കും. ക്യാമറയ്ക്ക് പൊട്ടിക്കേ. പൊട്ടിച്ചോ? ക്യാമറ എവിടെയാ? അവൾക്ക് പൊട്ടിക്കറിയില്ല. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടാ. ഞാൻ പൊട്ടിച്ച് കാണിച്ചു തരാം. ആ ഇങ്ങനെ പൊട്ടിക്കുക കണ്ടാ. വാ നമുക്ക് നടത്തി തന്നെ അടിക്കുക. ചേട്ടാ കച്ചവടം എങ്ങനെ പോണു? ടീമില്ല. തോക്കൊന്നും പൊട്ടുന്നില്ലേ? തോക്ക് നന്നായിട്ട് പൊട്ടുന്നല്ലേ? നിനക്ക് തോക്ക് വേണം? അത് ഇവിടുത്തെ പൊട്ടിക്കാം. ക്യാമറ മതി കേട്ടാ. ഇവൾക്ക് അങ്ങനത്തെ ഇങ്ങനത്തെ വലിയ ഇതൊന്നും കൊടുക്കാൻ പാടില്ല. ഹായ് ചേട്ടാ. ഹായ്, പെരുന്നാൾ എങ്ങനെയുണ്ട്? അടിപൊളി. ഇഷ്ടപ്പെട്ടാ? ചേട്ടൻ്റെ വീട്? എന്റെ വീട് പുതിർത്തി. അവിടെ നീ പെരുന്നാൾ കാണാൻ വേണ്ടി വന്നാണോ? അല്ല, നിങ്ങളുടെ ഒരു ബന്ധുവീട് കൂടി. ഓക്കെ ബാ. മേടിക്കുന്നില്ല. ബാ. ചേച്ചി പെരുന്നാൾ എങ്ങനെയുണ്ടായിരുന്നു? പെരുന്നാൾ സൂപ്പറായിരുന്നു. പെരുന്നാൾ ഇഷ്ടപ്പെട്ടു. ഉണ്ണിക്ക് എന്താ പിടിച്ചു കൊടുക്കണേ? ഉണ്ടിക്ക് വണ്ടി ഞങ്ങൾക്ക് തരുമോ? വണ്ടി ചേച്ചിക്ക് ഞാൻ ഉണ്ടെന്ന് തരുമോ? ഒന്ന് പിടിച്ചോക്കെ. തരുമോ? നിന്നെ കണ്ടതോള് അവൻ പേടിച്ചു. അതാണ് ഉണ്ടായത്. ചേച്ചി പെരുന്നാൾ എങ്ങനെ ഉണ്ടായിരുന്നു? പെരുന്നാൾ അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഇഷ്ടപ്പെട്ടാ? പിന്നല്ലാതെ അടിപൊളി പ്രോഗ്രാംസ് അല്ലേ? ബാൻഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ചേച്ചി പേര്? മഞ്ജു. വെടിക്കെട്ടൊന്നും ഇഷ്ടമായില്ല? അടിപൊളി, എല്ലാം സൂപ്പർ ആയിട്ടുണ്ട്. ഊട്ട് അടിപൊളിയാണ്. നല്ല ബിരിയാണി തിരക്കുണ്ടെങ്കിലും ബിരിയാണി അടിപൊളി. അടിപൊളിയായിട്ടുണ്ട് കേട്ടാ. ഹായ്. പേര്? ലിയോണ. ഉണ്ണിയുടെ? മിക. പെരുന്നാൾ ഇഷ്ടമാ? പേരെന്താ? മിക. ചേച്ചിനറിയോ? ചേച്ചിനറിയോ ഉണ്ണിനെ? പറഞ്ഞോ. ചേച്ചിയോട് പറഞ്ഞു എന്താ പെരുന്നാൾ? കിണ്ണങ്കാച്ചി. ചേച്ചിക്ക് ഒരു ഹായ് കൊടുത്ത്. പെരുന്നാൾ നല്ല മൂഡിലല്ല. നല്ല മൂഡിലല്ല. പെരുന്നാൾ
ചേച്ചി പെരുന്നാൾ എങ്ങനെയായിരുന്നു? എന്റെ പെരുന്നാൾ കളറല്ലേ ഫ്യൂഷനൊക്കെ അടിപൊളിയുണ്ട്. ഭയങ്കര പാട്ട് വരെ ഒരു പാട്ട് പാടി വരും. പാടില്ല എന്തായാലും പാട് എടാ പരിപാടി ഇറങ്ങുന്ന പരിപാടി ഇവിടെ വേറെ ആൾക്കുണ്ടായിരുന്നല്ലോ. ഹായ് പെരുന്നാളെങ്ങനെയുണ്ട്? പെരുന്നാളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. പെരുന്നാൾ കാണാൻ വേണ്ടി ലീവ് എടുത്തോ? അതെ അതെ ഇവിടുത്തെ അത്രയ്ക്കും ഇഷ്ടമാണ് പെരുന്നാൾ. എടാ ഞാനേത് പെരുന്നാളെ മിസ്സാക്കണം നമ്മുടെ നാട്ടുകാര് ഇതുവരെ ഒരു പെരുന്നാൾ മിസ്സാക്കിയിട്ടില്ല. വിഷയമില്ലല്ലോ. വിഷയമില്ല. ഇല്ല. പ്രാഞ്ചിയുടെ പെരുന്നാൾ എങ്ങനെയുണ്ട്? ഗംഭീരായി എന്റെ പെരുന്നാള് എല്ലാ പരിപാടിക്ക് വളരെ മനോഹരമായി. ഈ തിരുനാൾ കമ്മിറ്റി എങ്ങനെയുണ്ട്? പെരുന്നാൾ അടിപൊളിയാക്കാൻ ഞങ്ങൾക്ക് അഭാവത്തെ കുറച്ച് സംഭവിച്ചെങ്കിലും എത്തിച്ചു മുട്ടിച്ചു എന്ന് പറയാം. സംഭവങ്ങളായി കഴിഞ്ഞ മനസ്സിലാകും. കഴിഞ്ഞ സംഭവം കളറാണ്, പക്ഷെ ഒരു ഡിലേ വന്നത് വലിയ പേര് ദോഷം വരുത്തി. എന്നാലും ഗംഭീരായിരുന്നു. ചേട്ടാ ഹായ് പെരുന്നാൾ എങ്ങനെയുണ്ട്? പൊളിയാണ്. ഞങ്ങളിപ്പോ വന്നിട്ടുള്ളൂ, ഇന്ന് എത്തിയിട്ടുള്ളൂ. ഞങ്ങള് നാട്ടിലുണ്ടായിരുന്നില്ല, ബാംഗ്ലൂരായിരുന്നു. അപ്പൊ ഇന്ന് എത്തിയിട്ടുള്ളൂ. ഞങ്ങളിപ്പോ പള്ളിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഇവിടുത്തെ വൈബൊക്കെ ഉള്ളു. വീട് പിടിഞ്ഞ് അതെ അതെ, വേലൂര് ചുങ്കത്തിന്റെ അവിടെ. ബാംഗ്ലൂരിൽ രണ്ടുപേരും അതെ അതെ, എന്താ ചെയ്യണേ? ആള് വർക്ക് ചെയ്യാ. ശരി, താങ്ക് യു. പെരുന്നാൾ നന്നാവട്ടെ. ഓക്കെ, ശരി. സഹോദരി നമുക്ക് തുടങ്ങുക. പെരുന്നാളെ ആക്ച്വലി ചെറിയ പെരുന്നാളാണെന്ന് തോന്നുന്നു. എന്നാലും വലിയ പെരുന്നാളാണ്. നമ്മുടെ കുടിവെച്ച പുണ്യാണുള്ള പെരുന്നാളാണ്. അത് അടിപൊളിയായിട്ടുണ്ട്. ശരി, താങ്ക് യു. പെരുന്നാൾ എങ്ങനെയുണ്ട്? പെരുന്നാൾ സൂപ്പറായി. സൂപ്പറായി. ജസ്റ്റ് എവ്വളോ നിനക്ക് എന്തെങ്കിലും ചേച്ചിയുടെ അടുത്ത് പറയാല്ലേ ഞാൻ ക്യാമറ കട്ടി ഞാൻ പറഞ്ഞോ? കട്ട് ചെയ്തു. പെരുന്നാൾ പുണ്യാളന്റെ പെരുന്നാളല്ലേ, ഊട്ടൊക്കെ ഗംഭീരായി, ബിരിയാണിയൊക്കെ കഴിച്ച് സൂപ്പറായി. സൂപ്പറായി. ചേട്ടാ മണ്ണുണ്ടോ? അത്ര അതാണ് ഇല്ലാത്തത്. പെരുന്നാൾ എങ്ങനെയുണ്ട്? പെരുന്നാള് ഞാന് പോകുന്നുള്ളൂ. എന്താ അറിയില്ല എന്താണ് കേസ്. ഞങ്ങൾ ബ്ലോഗാണ്. ജസ്റ്റ് പെരുന്നാളത്തെ പെരുന്നാള് നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതിന് അത്തറിന്റെ മണം അടിക്കാൻ വന്നതല്ല. നേരെ അവിടെ നിൽക്കില്ല, കാരണം ഇവിടെ മണം അടിക്കാല്ലോ. അതിന്റെ പേര് എന്താ? ഓക്കെ, ശരി, താങ്ക് യു. കുറച്ച് കാണും. ചേട്ടാ ഇവിടേക്കൊരു ഇവിടേക്ക് അത്ര മണമുണ്ടോ നോക്കാൻ? കൈയാണിക്ക് ഇല്ല ചേട്ടാ, സോറി. മണമുണ്ടോ? പെരുന്നാളുടെ വേലൂരുള്ള തന്നെ നിനക്ക് എന്തെങ്കിലും മേടിക്കണ? പെരുന്നാളായിട്ട് എന്താ പരിപാടി? എന്ത്? ഒരു തോക്ക്. എവിടെന്നാ? ഏതാ ചേട്ടാ? അവൾക്ക് പറ്റിയൊരു തോക്ക് ഏതാ? എനിക്ക് പറ്റിയ ഫോട്ടോസ് ഒക്കെ എടുത്ത് എനിക്ക് സാധാ നോക്കുമ്പോൾ അത്രക്കുള്ള കാശില്ല. അതിന്റെ അത്രക്കുള്ള കാശില്ല. എടുത്തെങ്ങാനും 70 ഫോണോടാ. ഉണ്ടിയിലെങ്കിൽ എത്ര രൂപയാ? അല്ല ഉണ്ടിയിലേക്ക് പൊട്ടില്ലല്ലേ? അവന്റെ ഫോൺ മേടിച്ചടാ. ഗൂഗിൾ പേ. പിന്നെ വിശക്കുണ്ട്, അവിടെ തിന്നു.
കയറ്റാൻ പറ്റും. നാളെ കിട്ടും. എന്ത് ഐസ്ക്രീമാ? ഐസ്ക്രീം കഴിക്കാം. ഐസ്ക്രീം ചേട്ടാ ഐസ്ക്രീം ഏതാ? ഏതെങ്കിലൊക്കെ ഏതെങ്കിലൊക്കെ മതിയാണ്. ഏറ്റവും വില കൂടിയ ഐസ്ക്രീം കൊടുക്കും. എല്ലാവർക്കും ഏറ്റവും വില കൂടിയ എല്ലാവർക്കും ഏറ്റവും വില കൂടിയത്. ഇത് പറയണോ കോണ്? അത് അല്ല, ഏറ്റവും വിലയുള്ളത് ഏതാ? അത് എടുത്തോ. എടുത്തോ പൈസ തരും. എടുത്തോ. ഏറ്റവും വില കൂടിയത് എടുത്തോ. അമേരിക്കൻ പാറുണ്ട് ചേട്ടാ. എനിക്കത് മതി. എനിക്ക് അമേരിക്കൻ പാറ്. ചേട്ടൻ്റെ വേണ്ട. അമേരിക്കൻ പാറ്. നിനക്ക് അവൻ അമേരിക്കൻ പാറ്. അവൻ വീഡിയോ എടുത്തോണ്ടിരിക്കല്ലേ. സത്യത്തിലൂടെ തന്നെ മുടിയിപ്പിച്ചു. എടുത്തെടുത്തോ കുറെ പേരുണ്ട്. യൂറോ പാറും. നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ പിടിച്ചു തരാം. ഐസ്ക്രീമിന് കൂലില്ലേ? തിന്നാൻ മാത്രമല്ലേ അറിയുള്ളൂ. അയ്യോ എൻ്റെ കുട്ടിഞ്ഞു. അയ്യോ ഇതൊന്ന് പിടിക്കോ? എടാ എടുക്കടാ. ഇതൊന്ന് പിടിക്കോ? എനിക്ക് പൈസ കൊടുക്കാനാ. ഒന്ന് പിടിക്കോ? കഴിക്കരുത് കേട്ടാ. എന്നാൽ പേടിയുണ്ട് നിനക്ക് നെല്ലിന് തരാൻ. ചേട്ടാ എത്ര ചേട്ടാ? അയറിന് 250. ഇത് പെരുന്നാളൊക്കെയുണ്ട്. പെരുന്നാള് വളരെ മനോഹരമായിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ പറയാനുള്ള പെരുന്നാളിനെ കുറിച്ച്? പിന്നെ നിന്റെ ചാനലും നിന്റെ പരിപാടിയൊക്കെ അടിപൊളിയാണ്. ഞാൻ എല്ലാം കാണുന്നുണ്ട്. ഓക്കെ താങ്ക് യു. വളരെ നല്ല അഭിപ്രായമാണ്. ഫ്രീ ആയിട്ട് ഒരു പ്രൊമോഷൻ കിട്ടി. പെരുന്നാളെങ്ങനെയുണ്ട് കുട്ടി? പെരുന്നാൾ അടിപൊളിയുണ്ട്. കഴിഞ്ഞു അത്രയുള്ള എന്നോട് ചോദ്യത്തിന് ഞാൻ പറയില്ല ഉത്തരം. അടുത്ത പെരുന്നാളെ ഞാൻ ജനിച്ചിട്ടില്ല. ചെറുപ്പത്തിൽ ഞാനൊരു കുട്ടിയായിരുന്നു. പെരുന്നാള് വളരെ പ്രത്യേകതയുള്ള ഒരു പെരുന്നാളാണ്. എന്താണ് പെരുന്നാളിന്റെ പ്രത്യേകത എന്ന് വെച്ചെങ്കിൽ 300 വർഷമായി നമ്മള് വിശുദ്ധ ഫ്രാൻസിസുകാരന്റെ പെരുന്നാള് നമ്മൾ വേലി പോകാൻ നടത്തിയിട്ട് അത് കാരണം കൊണ്ട് നമ്മൾ ഇപ്രാവശ്യം ചിക്കൻ ബിരിയാണിയാണ് നമ്മൾ സെർവ് ചെയ്തത്. എന്നാണെങ്കിലും നമ്മുടെ ഈ നാട്ടുകാർക്കും ഇടവക്കാർക്കും മറ്റേ അടുത്തുള്ള ഇടവക്കാർക്കും എല്ലാവർക്കും വളരെ ഭയങ്കരമായിട്ടുള്ള പെരുന്നാളായിരുന്നു. എല്ലാം കൊണ്ടും കൂട്ടുപെരുന്നാളും അതുമാതിരി തന്നെ മറ്റുള്ള മറ്റേ വാദ്യങ്ങളും പിന്നെ പ്രദക്ഷിണങ്ങളും എല്ലാതും വളരെ ഗംഭീരമായിരുന്നു. വളരെ താങ്ക്സ്. താങ്ക് യു.
മുന്നൂറാമൂട്ട് പെരുന്നാളിന്റെ പങ്കെടുക്കാനായിട്ടുള്ള ആ പായത്തിന്റെയും വളരെ അഭിമാനിക്കുകയാണ്. ശരി, താങ്ക് യു. പിന്നെ ഊട്ടും കാര്യങ്ങളൊക്കെ, ഊട്ട് പ്രദക്ഷിണ വെടിക്കെട്ട് കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ എല്ലാ തവണയുള്ള മാതിരി തന്നെ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഇതിന് സമാപനമായി അവസാനം വരെ ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷിക്കുന്നു. എന്തായാലും പരിപാടി കളറായി കഴിഞ്ഞ വർഷത്തിനേക്കാളും വളരെ നന്നായിട്ടുണ്ട്. ഓക്കെ, ശരി, താങ്ക് യു. അവൾക്ക് എന്താ ചോദിക്കാണ്ട്? പെരുന്നാൾ എങ്ങനെയാണ് ജസ്റ്റ് പറഞ്ഞാൽ. പെരുന്നാള് അടിപൊളിയായി. എന്റെ ബൈക്കിൽ പറയും, എന്റെ ബൈക്കിൽ പെരുന്നാള് അടിപൊളിയായി ഭംഗിയായിട്ട് സമാപിക്കുന്നു. ഇപ്പോൾ പെരുന്നാളിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വെറൈറ്റി പ്രോഗ്രാമായിട്ട് ഇപ്പോൾ ഫ്യൂഷൻ കൂടുന്നുണ്ട്. ഫ്യൂഷൻ എല്ലാവരും നന്നായി ആസ്വദിക്കുന്നുണ്ട്. നല്ലൊരു പെരുന്നാളായി മാറി നമ്മുടെ ഈ പെരുന്നാൾ. അതിന് സഹായിച്ച കമ്മിറ്റിക്കാർക്കും അതുപോലെ ജന കൺവീനർ, പിന്നെ അതുപോലെ അതിന് മാർഗനിർദ്ദേശം നൽകി കഴിഞ്ഞാൽ നമ്മുടെ വികാരിയച്ഛൻ, കൊച്ചച്ഛൻ, എല്ലാവർക്കും കൈക്കാരന്മാരുടെ പേരിലും പള്ളിയുടെ പേരിലും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഓക്കെ, ശരി, താങ്ക് യു. ഇത്ര നല്ലൊരു വിവരണം നന്ദി. ഇത്ര നല്ലൊരു വിവരണം തന്നെ. ഓക്കെ, ശരി, താങ്ക് യു. കളറല്ലേ? പിന്നെ എന്തൊക്കെയുണ്ട്? ഊട്ട് 300 ഊട്ട്, അതുപോലെ തന്നെ പ്രദക്ഷിണം, അതിന് സെക്ഷനൊക്കെ വരുന്നത് മൊത്തത്തിൽ എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ്. കമ്മിറ്റിയാണോ? പബ്ലിസിറ്റി കണ്ടിട്ടോ? നല്ല പബ്ലിസിറ്റി കിട്ടി. പബ്ലിസിറ്റി കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി. ആൾക്കാർ കൂടിയാ? ആൾക്കാർ അത്യാവശ്യം ഉണ്ടായിരുന്നു. നല്ല പബ്ലിസിറ്റി, നല്ല പെരുന്നാള്. എല്ലാ വർഷവും ഈ മാസത്തിൽ കൂടുതലായിട്ട് ജനങ്ങളുണ്ടായിരുന്നു, ആൾക്കാരുണ്ടായിരുന്നു. ഭയങ്കര തിരക്കുണ്ടായിരുന്നു വീട്ടിലൊക്കെ. അതിന് മനസ്സിലായാലും നന്നായി. നന്നായിട്ട് കുറേ ആൾക്കാരും നമുക്ക് മതിയായ രീതിയിൽ ഭക്ഷണം എത്തിക്കാൻ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുണ്ടായി. അതൊഴിച്ചാൽ ബാക്കി എല്ലാ പെരുന്നാളും മെയ് മാസത്തിൽ വളരെ കുറവുണ്ടാവും. ഓക്കെ, ശരി, താങ്ക് യു. കേട്ടാണ് ജോസ്പേട്ടാ, പെരുന്നാൾ പെരുന്നാള് എങ്ങനെ പോണു? വളരെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. എല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ട്. കാലങ്ങളായിട്ട് ഇരിക്കണതല്ലേ നേരത്തെ. അഭിപ്രായം എങ്ങനെയുണ്ടായിരുന്നു? ആൾക്കാരുടെ വരവും കാര്യങ്ങളൊക്കെ? ആൾക്കാരെ വരവൊക്കെ നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ല സഹകരിച്ചിട്ട് എല്ലാവരും ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൾക്കാർ കൂടുതലുണ്ട് പ്രാവശ്യം. കൂടുതലുണ്ട്. അപ്പോൾ എന്തെങ്കിലും തിരുനാൾ കമ്മിറ്റിക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാം ഭംഗിയായിട്ടുണ്ട്. പിന്നെയാണ് ഈ പെരുന്നാൾ വിജയം അല്ലേ? അതാണ് തീർച്ചയായിട്ടും. എല്ലാ പരിപാടികളും വളരെ മനോഹരമായിട്ടുണ്ട്. പെരുന്നാൾ അടിപൊളിയല്ലേ? 300 പെരുന്നാള്, ഊട്ടിൽ ചിക്കൻ ബിരിയാണി, എല്ലാം കൊണ്ട് കളർഫുൾ ആക്കി പെരുന്നാള്. ഈ ഇടവകയിൽ ഇത്ര നല്ലൊരു പെരുന്നാള് പെരുന്നാൾ നമുക്കൊന്നും എനിക്കറിയില്ല. ഞാൻ നോർമലി കണ്ടിട്ടില്ല. അത്രയ്ക്ക് അടിപൊളിയാക്കിയിട്ട് ഈ പെരുന്നാൾ നമ്മുടെ കുടിവെച്ച പുണ്യാളുടെ പെരുന്നാൾ അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. തിരുനാൾ കമ്മിറ്റി ആയിക്കോട്ടെ, എല്ലാ അംഗങ്ങളുടെയും ഒരു ഇടവകയുടെ കൂട്ടായ്മ കൊണ്ടാണ് ഈ പെരുന്നാൾ ഇത്ര ആഘോഷമാക്കാൻ പറ്റിയത്. എനിക്ക് അങ്ങനെ തോന്നിയില്ലേ? എനിക്ക് പെരുന്നാൾ ഇഷ്ടമുണ്ടോ? പരിപാടിയുണ്ട്. വീട്ടിലെ ഭക്ഷണം പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഇവർക്ക് 10 ഫുൾ പേപ്പേഴ്സ് ആണ്. അതിന് കൺഗ്രാറ്റ്സ്. വീഡിയോ ഇടില്ലേട്ടാ. കൺഗ്രാറ്റ്സ് ഇട്ടാ 10 പേപ്പേഴ്സ് ആണ്. അപ്പൊ ചിലവ് വേണ്ടവരൊക്കെ കമന്റിലൂടെ ചോദിച്ചോ. ഇവള് പോസ്റ്റിലായിരിക്കും. ഓക്കെ, അപ്പൊ ഞങ്ങള് ഈ വീഡിയോ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ? അതെ.